അടിപൊളി നല്ല നല്ല രസമുള്ള പടമായിരുന്നു. എല്ലാവരും നിരഞ്ജനാണെങ്കിലും രജീഷ് ആണെങ്കിലും ദിവ്യ എല്ലാവരും ഈ പേരെടുത്തെടുത്ത് പറയാൻ വയ്യ, ബിക്കോസ് സ്മോൾ വീഡിയോ. പക്ഷേ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. കൃഷാന്ത് ആസ് യൂഷ്വൽ ഹി ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അടിപൊളിയായിരുന്നു. അതെ അതെ. ഇങ്ങനെ ഒരു എന്താ പറയുക, അതുപോലെ ഒരു ഇങ്ങനെ ഉറപ്പായിട്ട് എനിക്ക് ഈ പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയില്ലല്ലോ എന്ന് മാത്രമേ എനിക്കൊരു സങ്കടമുള്ളൂ. കാര്യം അങ്ങനെ നമ്മൾ ഇത്തരം ഒരു ഫ്യൂച്ചറിസ്റ്റിക് പടത്തിൻ്റെ ഭാഗമായിരുന്നു. ആൻഡ് ഉറപ്പായിട്ടും അതും കൃഷാന്തും അതിൻ്റെയും ഭാഗമായിരുന്നു. സോ ഹാപ്പി, ഐ എം വെരി ഹാപ്പി. രസമാണ്, നല്ല രസമുണ്ടായിരുന്നു. നമ്മളിതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ജോണറാണ്. ആസ് ഇൻ ദ പെർഫോമൻസസ് ഭയങ്കര രസമായിരുന്നു. മേക്കിംഗ്, ഞാനിത് ഹോളിവുഡിലൊക്കെ അല്ലാതെ മലയാളത്തിൽ ഇതുപോലൊരു ജോണർ കണ്ടിട്ടില്ല. അത് ഭയങ്കര രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ടേഴ്സൊക്കെ ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഐ റിയലി എൻജോയ് ഇറ്റ്. ഐ ആം എ ക്രിസ്ത്യൻ ഫാൻ ബേസിക്കലി. കാരണം ആവാസവ്യൂഹമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സിനിമയായിരുന്നു. അപ്പം ആ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ വേറൊരു ജോണർ സിനിമ. രജി ഈസ് മൈ ഫ്രണ്ട്. അപ്പോൾ രജി എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇതിലും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വെരി വെരി നൈസ്, വെരി ഫ്രഷ് ആയിരുന്നു. ഇങ്ങനത്തെ സാധനം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല, എസ്പെഷ്യലി മലയാളത്തിൽ നിന്ന്. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പടം വന്നതിൽ ഭയങ്കര ഒരു അഭിമാനമുണ്ട്. ആൻഡ് കോമഡിയാണ്, സൈഫൈ ആണ്. ഉറപ്പായിട്ടും ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വാച്ച് ഉണ്ടായിരുന്നു. സോ ടു ചെക്ക് ഇറ്റ് ഔട്ട്. തിയേറ്റേഴ്സിൽ തന്നെ കാണണം. ട്രെയിലർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഐ ഫെൽറ്റ് ദ ഫിലിം വാസ് ബെറ്റർ ദൻ ദ ട്രെയിലറിൽ ആ ഫിലിം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ട്രെയിലറിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഫിലിം കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിരുന്നു. അടിപൊളി സാധനം. അടിപൊളി സിനിമയാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. എക്സിക്യൂട്ട് ചെയ്ത രീതിയാണെങ്കിലും. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു രജിഷ. പെർഫോമൻസസ് ഭയങ്കര വേറെ ലെവൽ പെർഫോമൻസ് ആണ്. ആൻഡ് ഐ ഹോപ്പ് ഇതിന് ഷീ ഹാസ് ടു ഗെറ്റ് ഓൾ ദ റെക്കഗ്നിഷൻസ്. ആൻഡ് എവ്രി വൺ, എല്ലാവരും, നിരഞ്ജാണെങ്കിലും ദിവ്യപ്രഭ ആണെങ്കിലും സുരേഷ് ഏട്ടൻ വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തു. കുറച്ച് നേരം വന്ന ആൾക്കാരാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടാണ് പോയത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ട്രെയിലർ കാണാണ്ടേ വന്നത്. ഞാൻ ആക്ച്വലി ഡയറക്റ്റ് സിനിമയാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ എന്തായാലും കാണാൻ വരുന്നതുകൊണ്ട് ട്രെയിലർ കാണാൻ നിന്നില്ല ആക്ച്വലി. അപ്പം ഡയറക്റ്റ് സിനിമ തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എപ്പോഴും ഇറങ്ങാറില്ല. അപ്പം ദിസ് ഇസ് വൺ മൂവി ദാറ്റ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. എല്ലാം അടിപൊളിയാണ്. പിന്നെ കൃഷാന്ത് ആസ് എ ഡയറക്ടർ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്. ആൻഡ് ദിസ് വാസ് ഓൾസോ വെരി ഡിഫറെൻറ്റ് ഫിലിം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിലേക്കാളും അടിപൊളിയാണ്. ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമായി. കോസ്റ്റ്യൂംസ് എല്ലാം അടിപൊളിയാണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ട്രെയിലർ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിച്ചില്ല. ബിക്കോസ് എനിക്ക് തിയേറ്ററിൽ കാണുമ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട്. സോ എനിക്കിത് കംപ്ലീറ്റ്ലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കൃഷാന്ത് മൂവി ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. താങ്ക് യു. അടിപൊളി മൂവി. എവറിബഡി ഷുഡ് വാച്ച്. ഇറ്റ്സ് സോ ഫ്യൂച്ചറിസ്റ്റിക്, സോ ക്രിയേറ്റീവ്, ലൈക്ക് മസ്റ്റ് വാച്ച്. ഞാൻ കണ്ടില്ല, ഞാൻ പുറത്ത് നിൽക്കുകയായിരുന്നു, സീറ്റ് കിട്ടിയില്ല. ഭയങ്കര നല്ല റെസ്പോൺസ്. എൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ്. ഞാൻ കണ്ടില്ല ഇതുവരെ. മറ്റന്നാൾ കാണാം. പടം നിങ്ങൾക്കല്ലേ എന്ത് തോന്നുന്നു? അതാണ് എനിക്കറിയണ്ടേ. സൂപ്പർ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമായി പടം. ഞാൻ ആക്ച്വലി പടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ലൈക്ക് ക്രിയേറ്റീവ്ലി അതെ ബെസ്റ്റ് ഫിലിം. അല്ല ഭയങ്കര അടിപൊളിയാണ്. എന്താ പറയുക, ഞാൻ എപ്പോഴും കൃഷാന്തിൻ്റെ ബ്രെയിൻ ഒന്ന് കാണണമെന്ന്. ലൈക്ക് അത്ര ഇങ്ങനെ ഒരു ക്രേസി ഐഡിയ കൊണ്ടുവരാനും നമ്മളും ഇങ്ങനെയൊക്കെ ചിലതൊക്കെ ആലോചിക്കും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ആ ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലും അങ്ങനെ അത്രയും ബ്യൂട്ടിഫുള്ളായി എക്സിക്യൂട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സോ ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ദി ഡയറക്ടർ ആൻഡ് ദ എൻറ്റയർ ടീം. ആക്ടേഴ്സ് ആണെങ്കിലും
ആൻഡ് ഇതിൻ്റെ ഒരു ലൈക്ക് അതിൻ്റെ ഒരു പടത്തിൻ്റെ ബ്രില്യൻസ് മാത്രമല്ല ഇമോഷണലി ആണെങ്കിലും ഭയങ്കര കണക്റ്റായി എനിക്ക് പേഴ്സണലി. എനിക്ക് ഐ തിങ്ക് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഓഫ് 2026 ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. എനിക്ക് ഒത്തിരി വർക്കായി. എല്ലാവരും ഭയങ്കര രസമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു വേൾഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ സിനിമ, അത് ഭയങ്കര ബിലീവബിളാണ് നമുക്ക്. അങ്ങനെ അപ്പോൾ എന്തായാലും ഉടനെ തന്നെ എല്ലാവരും പടം പോയി കാണും. അതെ അതെ അതെ, അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ സൈബർ പങ്ക് എന്നുള്ള ഒരു ജോണർ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷ് സിനിമകളൊക്കെ കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മലയാളത്തിൽ വരുന്നു എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ വേറെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറെ ഇൻഡസ്ട്രിയിലെ നോക്കിയാൽ ഇത്രയും എക്സ്പെരിമെൻ്റൽ പടങ്ങൾ കുറവാണ് മലയാളത്തിലുള്ള പോലെ. സോ ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ദറ്റ് വി ക്യാൻ റിയലി ബി പ്രൗഡ് ഓഫ്. മലയാളത്തിൽ ഇങ്ങനത്തെ പടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ വിജയിച്ചാലേ ഇതുപോലത്തെ വേറെ പടങ്ങളും വരുള്ളൂ. സോ ഇറ്റ്സ് ഗ്രേറ്റ്. താങ്ക് യു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷം. അടിപൊളിയാണ്. അതെ, നിങ്ങൾക്ക് എന്ത് തോന്നി പടം? കോൺസെപ്റ്റ് എല്ലാം എൻ്റെ പെർഫോമൻസ് ഓക്കെ അല്ല, അത് മതി. എന്താ പറയാനാ, അച്ഛൻ്റെ ഗുണം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഫുൾ മൂവി കാണുന്നത്. അപ്പം അത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ കുറേ ജോക്സൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും പ്രീവിയസ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മൂവി ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് എനിക്കും തോന്നിയത്. ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണ്. എല്ലാവരും ഭയങ്കര നല്ല റിവ്യൂസാണ് തരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും 27th റിലീസാവുകയാണ്. അപ്പം എല്ലാവരും പോയി കാണണം. വേൾഡ് ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതല്ലോ. പക്ഷേ നമുക്ക് ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള എന്താ പറയുക ക്യാരക്ടേഴ്സും ഒക്കെയാണ്. ആ ചാലഞ്ചസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം തൊട്ടൊക്കെ പറയേണ്ടി വരും ചാലഞ്ചസ് എന്ന് പറയുന്നത്. കാരണം ക്ലൈമറ്റ് ഇവിടെ ഇപ്പോൾ ഉള്ള ക്ലൈമറ്റിന് പറ്റിയ അങ്ങനത്തെ ടൈപ്പ് കോസ്റ്റ്യൂംസ് അല്ല നമ്മൾ ആരും ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് തൊട്ട് എന്താ പറയുക ഭയങ്കര ചാലഞ്ചസ് ആയിരുന്നു. പിന്നെ എല്ലാവരും കുറച്ചൊരു ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ആണ്. അപ്പോൾ അതും എല്ലാവരും ഇതിന് മുമ്പുള്ള എല്ലാ പെർഫോമേഴ്സും ആക്ടേഴ്സും ഞാനാണെങ്കിലും ഇതിന് മുമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനേക്കാളും വേറൊരു ടൈപ്പ് ആക്ടിങ് ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയാണ്. അപ്പം ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പോൾ നിങ്ങൾ മൂവി കണ്ടപ്പോഴും ആ ഒരു ഭയങ്കര ഒരു ഫൺ എലമെൻ്റ് ഉണ്ടല്ലോ, അത് ആ സെറ്റിലും ഉണ്ടായിരുന്നു. കോമഡിയും ബാക്കിയുള്ള രണ്ടുകളും മിക്സപ്പ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡബിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്? ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. കാരണം എനിക്ക് കുറേ ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് സ്ലാങ് ആണെങ്കിലും ഡബ് ചെയ്തപ്പോഴാണെങ്കിലും ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ചെയ്തത്. ഭയങ്കര ഫണ്ണായിരുന്നു. രജിഷയുടെ എനിക്ക് തോന്നുന്നു അടിപൊളി കരിയർ ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമുണ്ടായിരുന്നു. നിരഞ്ജും അതുപോലെ. നിരഞ്ജൻ്റെ ഇത്രയും അടിപൊളി പെർഫോമറാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു. ഞാൻ തന്നെ പറയണം, മീഡിയസിൻ്റെ കൂടെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ ക്യാമറ തിരിക്കൂ ആൻഡ് യു ഗൈസ് ഷുഡ് സേ പടം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമയല്ലേ, ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ അഭിപ്രായം പറയുന്നത്. പക്ഷേ ഇത്രയും പേര് വന്നു, കാണാൻ വേണ്ടി വന്നു. ഒരുപാട് താങ്ക്ഫുൾ ആണ് ടു എവറി ആക്ടർ, ടെക്നീഷ്യൻ, മീഡിയ ഹു ഹസ് കം ടു വാച്ച് ദ ഫിലിം. ഭയങ്കര സന്തോഷമുണ്ട്. നല്ല റെസ്പോൺസാണ് ഇന്ന് റിവ്യൂന്ന് കിട്ടിയത്. ഇനി ബാക്കി മറ്റന്നാൾ റിലീസാകുമ്പം ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബട്ട് ഒരു വട്ടെങ്കിലും നിങ്ങൾ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം കേട്ടോ. കരിയറിൽ താമസമുള്ള റോളിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ എക്സ്ട്രീം കോമഡികളുണ്ട്. അതുപോലെ താങ്കൾ കുറച്ച് ബോൾഡായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു ബഹിരാകാശത്തെ ആയിരുന്നു താഴ്ത്തിറങ്ങി. പക്ഷേ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആവും. നിങ്ങളുടെ ഒരു ബോൾഡ്നെസ്സിനേക്കാൾ കൂടുതൽ ആ സിനിമയെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ നിമിഷം ശരിക്കും ഭയങ്കര സന്തോഷം.
സന്തോഷമുണ്ട്. എനിക്ക് പൊതുവേ ഹ്യൂമർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഹ്യൂമറിൻ്റെ കൂടെ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതിന് കൃഷാന്തിനോട് എല്ലാ നന്ദിയും പറയണം. ഇനി ബാക്കി ഓഡിയൻസ് പറയട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ്. ഭയങ്കര താങ്ക് യു. ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഒരുപാട് VFXും കാര്യങ്ങളൊക്കെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയ പടമായതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ പല സ്ഥലത്തും ഗ്രീൻ മാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കറിയില്ലല്ലോ ഇവഞ്ച്വലി ഇത് ഫൈനലി എങ്ങനെയാണ് വരാൻ പോകുന്നത്. കണ്ടപ്പം കൃഷാന്തിൻ്റെ വിഷൻ കൃഷാന്ത് എന്ന് പറഞ്ഞതിലും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. തോന്നുന്നില്ല, കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഭയങ്കര അടിപൊളി. അതാണല്ലോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞത്. ഈസ് ടു ഗുഡ് ആൻ ആക്ടർ. ഞാനത് കുറേ കാലമായിട്ട് പറയണം. ബട്ട് ഐ ഹോപ്പ് ദിസ് വിൽ ബി എ ബ്രേക്ക് ഫോർ യു. നല്ല സിനിമയാണെന്ന് ഇന്ന് കണ്ടവരൊക്കെ പറയുന്നുണ്ട്. ഇനി നല്ല സിനിമകളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മലയാളി ഓഡിയൻസ്. വ്യത്യസ്തമായ സിനിമകളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മലയാളി ഓഡിയൻസ്. ഈ സിനിമയും ഇഷ്ടപ്പെട്ട ദയവേദ തിയേറ്ററിൽ വന്ന് കാണൂ. ഇഷ്ടപ്പെടുമ്പം ബാക്കിയുള്ളവരോടും പറയൂ. നല്ല സിനിമകൾ, ചെറിയ സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ വിജയിക്കണമെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ് അതിൻ്റെ വഴി. താങ്ക് യു സോ മച്ച്. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പടം കാണുന്നത്. അപ്പം ഇറ്റ്സ് എ വെരി 20 years ലേറ്റർ നടക്കുന്ന ഒരു മൂവിയാണ്. എൻഡ് ടു എൻഡ് കോമഡിയാണ് അവർ ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പം അത് തിയേറ്ററിൽ ചിരിയൊക്കെ കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം. ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പം ആദ്യമായിട്ടാണ്. അപ്പം ഫീൽ സോ ഹാപ്പി. ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും പോയി കാണണം. എന്തായാലും എൻജോയ് ചെയ്യും. മൂവിയാണ് ശരിക്കും. അപ്പോൾ ലൊക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? വെരി ഡിഫറെൻറ്റ്. അവിടെ ഭയങ്കര ഫണ്ണായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കുറേ സംഭവങ്ങൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊന്നും ആയിരിക്കും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം സോ മച്ച് ഫൺ വാച്ചിങ് ദ മൂവി. ഷൂട്ട് വേറെ ഫണ്ണായിരുന്നെങ്കിൽ ഇത് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫണ്ണാണ്. നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. എന്തായാലും പോയി കാണും. ഓഡിയൻസിൻ്റെ കൂടെയാണ് കണ്ടത്. സുഹൃത്തുക്കളുണ്ടായിരുന്നു. എല്ലാവരുടെയും റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമായി. സുഹൃത്തുക്കൾ പിന്നെ ഇഷ്ടമായി എന്നല്ലേ പറയുള്ളൂ. പക്ഷേ ഓഡിയൻസ് അറിയാത്തവർ കുറേ പേര് വന്ന് ഇഷ്ടമായി എന്ന് പറയുമ്പം ഫീൽ സോ ഹാപ്പി, വെരി ഗ്രേറ്റ്ഫുൾ. കൃഷാന്തിൻ്റെ മൂവിയിലൊരു ഭാഗമാകാൻ പറ്റി. അപ്പം കൃഷാന്തിൻ്റെ മൂവീസ് എല്ലാവരും കാണണമെന്ന് തോന്നുന്നു. ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഇതൊരു നല്ലൊരു അറ്റംപ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സോ യാ. അത് നിങ്ങൾ കണ്ടു നോക്കണം. അത് ഞാനിപ്പോൾ പറഞ്ഞാൽ അതൊരു ചെറിയ സ്പോയിലർ ആവും. നിങ്ങൾ കണ്ടു നോക്കൂ. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. പറയണം. അത് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കമൻറ്റ് വരും എന്തായാലും. ഷീ ഈസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. ഐ തിങ്ക് വി ആർ ഓൾസോ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്. നല്ലൊരു പടമാണ്. ഞാനിതിൽ ചെറിയൊരു ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 27th തിയേറ്ററിൽ വരിക, പടം കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ഷുവറായിട്ട് നിങ്ങൾക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഫ്യൂച്ചർ സബ്ജക്റ്റാണ് ബ്രോ. 2040s അങ്ങോട്ട് നടക്കുന്നൊരു സംഭവമാണ്. അതായത് വേറൊരു ടൈപ്പ് ഓഫ് കേരളം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. അതായത് നമുക്ക് അറിഞ്ഞൂടല്ലോ നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പം ഇതിനൊക്കെ വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആവില്ല. അതുകൊണ്ട് എനിക്ക് വേറെ എന്ത് പറയണമെന്ന് അറിയത്തില്ല. കണ്ട് മനസ്സിലാക്കണം. കണ്ട് ആ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ഫീൽ കിട്ടും. ഈ സിനിമയിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കൃഷ്ണാന്തേട്ടൻ്റെ 4 രസങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റേ സോണിയിലെ. അപ്പോൾ അതിൽ കൃഷ്ണാന്തേട്ടനായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിലോട്ട് കാസ്റ്റ് ചെയ്തു. അങ്ങനെ ഇതിനകത്തൊരു ചെറിയൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ പിന്നെ അത് ഒരുപാട് റിവീൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ.